ഈ ലിഖിതങ്ങൾ കുരുക്കഴിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും അക്കാലത്തെ പ്രധാനിയായ തുറമുഖാധിപൻ അഫീഫുദ്ദീനുബിന് മജീദുദ്ദീൻ അൽ കിർമാനിയുടെ മക്ബറയാകുമോ ഇത്? ഇതിലെ ലിഖിതങ്ങൾ ശ്രദ്ധിക്കുക. കാലിഗ്രാഫിയിലുള്ള ഈ ലിഖിതങ്ങൾ നമുക്ക് സുപരിചിതമല്ല. മക്കയിൽ നിന്ന് പ്രബോധക ദൗത്യസംഘം കൊണ്ടുവന്ന മാർബിൾ കല്ലുകളിലൊന്ന് മാടായിപ്പള്ളിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മാടായിപ്പള്ളി സ്ഥാപിച്ചതിനു ശേഷം സംഘം ഫാക്കന്നൂരിലും മംഗലാപുരത്തും ഓരോ പള്ളികൾ സ്ഥാപിച്ചു. തുടർന്ന് അവർ കാസർഗോഡാണ് തിരിച്ചെത്തിയത്. വിശാലമായ സമുദ്രതീരം അതിരിടുന്ന കാസർഗോഡ് തളങ്കര ദേശം. പ്രകൃതിരമണീയമായ ഈ അനുഗ്രഹീത ദേശത്ത് ദൗത്യസംഘം ഒരു മസ്ജിദ് നിർമ്മിച്ചു. കോൺക്രീറ്റ് വിപ്ലവത്തിൽ തകർക്കപ്പെടാതെ പഴമയുടെ വിശുദ്ധിയോടെ ശില്പചാരുതയാർന്ന കൊത്തുപണികളാൽ അലങ്കൃതമായി ലാളിത്യത്തോടെ പാരമ്പര്യ പ്രൗഢിയോടെ ഇത് ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. പഴമയെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനുള്ള ഈ സൂക്ഷ്മത ഒരു വിശുദ്ധ പൈതൃകത്തെയാണ് ജാഗ്രതയോടെ കാത്തത്. ഇത് മാലിക് ബിൻ ദീനാറിന്റെ പള്ളിയാണ്. അറേബ്യയിൽ നിന്നുള്ള ഒരു സംഘം ഇസ്ലാം മത പ്രചാരണത്തിനും പള്ളി നിർമ്മാണത്തിനുമായി ഇന്ത്യയിൽ വന്നു. ഷറഫ് ബിൻ മാലിക്, തന്റെ ഉമ്മയിലൂടെയുള്ള സഹോദരൻ മാലിക് ബിൻ ദീനാർ, സഹോദരപുത്രൻ മാലിക് ബിൻ ഹബീബ് ബിൻ മാലിക് തുടങ്ങിയവരാണ് അവർ. കാസർഗോഡ് എന്ന ദേശത്ത് അവരെത്തുകയും ഹിജ്റ 22 റജബ് മാസം 13 തിങ്കളാഴ്ച അവിടെ ഒരു ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയും മാലിക് ബിൻ അഹ്മദ് ബിൻ മാലിക് എന്നുപേരായ തന്റെ മകനെ അവിടെ ഖാദിയായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റ 1223 ഈ പ്രദേശത്തുകാരായ ആളുകളുടെ ചെലവിൽ പഴയ പള്ളി പുനർനിർമ്മിച്ചു. 40 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന ആദ്യ പള്ളിയുടെ സ്ഥാനം അങ്ങനെ തന്നെ നിലനിർത്തിയാണ് ചുറ്റും വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടത്തെ ഖാദിയായിരുന്ന മാലിക് ബിൻ മുഹമ്മദ് ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാസർഗോഡ് നിന്നും പുറപ്പെട്ട് മാലിക് ബിൻ ഹബീബും സംഘവും ഏഴിമലയിലാണ് എത്തിയത്. അവിടെയും അവർ ഒരു പള്ളി പണിതു. തുടർന്ന് അവരെത്തിയത് ശ്രീകണ്ഠപുരത്താണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള ഈ ഉൾനാടൻ പ്രദേശം പുരാതന കാലം മുതലേ വാണിജ്യ വിഭവങ്ങളുടെ വിനിമയ കേന്ദ്രമായിരുന്നു. അറബിക്കടലുമായി ചേരുന്ന പഴയങ്ങാടിപ്പുഴയിലൂടെ
സുഗന്ധവ്യഞ്ജനങ്ങളും ഉൾനാടൻ വാണിജ്യ വിഭവങ്ങളും തേടി അറബികളും മറ്റ് കച്ചവടക്കാരും പുരാതന കാലം മുതൽ തന്നെ എത്തിയിരുന്നു. അറബികളുടെ സഞ്ചാരരേഖകളിൽ ജർഫത്തൻ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പുരാതന കാലം മുതൽ തന്നെ സുപ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി ഇന്ത്യയിലെത്തിയ മാലിക് ബിൻ ദീനാറിന്റെ സംഘം ഇവിടെയും ഒരു പള്ളി നിർമ്മിച്ചത് യാദൃച്ഛികമല്ല. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാള് മാലിക് ദീനാർ വെള്ളിയാഴ്ച ഖുതുബ അഥവാ പ്രഭാഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഊന്നുവടിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇന്നും ഖുതുബയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഈ ഊന്നുവടിയായ വാള് തന്നെയാണ്. ഹിജ്റ 22 ഷഅബാൻ മാസം 1-ാം തീയതി വ്യാഴാഴ്ചയാണ് മാലിക് ബിൻ ഹബീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഒരു ജുമുഅത്ത് പള്ളി നിർമ്മിച്ചത്. ഈ പള്ളിയിൽ ആദ്യ ഖാദിയായി നിയോഗിക്കപ്പെട്ടത് സൈനുദ്ദീൻ ഉമർ ബിൻ മുഹമ്മദ് ബിൻ മാലിക് എന്നവരെയാണ്. ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനം ശ്രീകണ്ഠപുരത്തെ മന്നായിലുള്ള മക്കാം മസ്ജിദാണ്. ശ്രീകണ്ഠപുരം ജുമാ മസ്ജിദിന്റെ ഉമ്മറത്ത് തന്നെ കാണുന്ന ഈ മക്ബറ ആദ്യകാലത്ത് ഇവിടേക്ക് ഇസ്ലാം മത പ്രചാരണത്തിനെത്തിയ പ്രമുഖരായ അബ്ദുല്ലാഹിബിനു മാലിക് ബിനു അലി എന്നിവരുടേതാണ്. ഇത്